ഇത് 1 കിലോ ചെമ്മീനുണ്ട് കേട്ടോ. ഇത് നല്ല വലിയ ഫ്രഷ് ചെമ്മീനാണ് കിട്ടിയേക്കുന്നത്. ഇതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് മുളകും, അതായത് വറ്റൽമുളകും ഉള്ളിയും കൂടെ ചതച്ച് ഇട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം. ചെമ്മീൻ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് വലിയ ചെമ്മീനാണ്. വേണമെങ്കിൽ ഇത് 2 കഷ്ണമാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ തലയും കൂടെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വലിയ ചെമ്മീനായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ തലയും കൂടെ ഇട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ തലയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്കിത് അവോയ്ഡ് ചെയ്യാവുന്നതുമാണ്. ശരിയാ. കടുവിട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കുത്തി ചതച്ചതാണ് ഇത് കേട്ടോ. ഇടികടിലിട്ട് കുത്തി ചതച്ചതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പായി വേണം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഇനി ഇതിലേക്ക് അതിൻ്റെ ബ്രൗൺ കളറൊക്കെ വന്നു കഴിഞ്ഞാൽ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് കുത്തി വെച്ച് 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. എരിവിനനുസരിച്ച് അത് ചേർക്കാതെ ഒരുപാട് എരിവുള്ളവർ വേണമെന്നുള്ളവർക്ക് അത് ഇച്ചിരി കൂടുതലെടുക്കാം. ഇതൊന്ന് സിമ്മിലിട്ട് വേണം അതൊന്ന് വഴറ്റിയെടുക്കാൻ, അല്ലാതെ കഴിഞ്ഞു പോകും. ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ. പെട്ടെന്ന് അത് ഇതാവും കേട്ടോ. ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോകരുത്. ഒന്ന് ബ്രൗൺ കളറാവണം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അതും കുത്തി ചതച്ചതാണ് കേട്ടോ. ഒനിയന ചെറിയ ഉള്ളിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 200 ഗ്രാം ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ലേശം ഒരു തുള്ളി മതി കേട്ടോ. ചെമ്മീൻ ഒന്ന് അനുസരിച്ച് ഇട്ടാൽ മതി. ഇനി അതിനകത്തോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി വേണം. ഗരം മസാലപ്പൊടി ഇട്ട് ഞാനൊരു 2 ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് 1 ടീസ്പൂണ് ഇടണം കേട്ടോ. അത് ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇത്രയും മസാലയേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാനായിട്ട്. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി എടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് വരണം. ഈ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ശരിയാ. ഇനി ഇതിലേക്ക് നന്നാക്കി വെച്ചിരിക്കും നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ജോലിപ്പിക്കണം. മസാല എല്ലായിടവും പെട്ടൊക്കെ ഇട്ടത് ഇളക്കി ജോലിപ്പിക്കണം. നന്നായിട്ട് ചെമ്മീൻ ഇളക്കി ജോലിച്ച് കേട്ടോ. അതിനകത്തൊരു ശകലം ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. ചൂടുവെള്ളമാണ് മതി. ഇത്ര ഒഴിച്ചാൽ മതി. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ഇത് നമ്മൾ വേവിക്കണം കേട്ടോ. നമ്മുടെ ചെമ്മീനിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് നമ്മളിതെന്ത് ചെയ്യണം, നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. വെള്ളമൊക്കെ നന്നായി വറ്റി വന്ന് നന്നായിട്ട് ആ മസാലയൊക്കെ ചെമ്മീനിൽ പറ്റി നന്നായിട്ട് വരണ്ടിട്ടുണ്ട്.